5 മണിക്ക് മുമ്പേ നമ്മൾ എരുമേലിയിലെത്തണം. എങ്കിലേ അവിടെ നിന്ന് കയറ്റി വിടത്തുള്ളൂ. ഇതിപ്പോ എരുമേലി ആയല്ലോ. ആയി. വളരെ നേരത്തെയാ നമ്മൾ എത്തിയിരിക്കുന്നത് ഇപ്പോൾ. എങ്കിലും നടന്നു തുടങ്ങിക്കഴിഞ്ഞാൽ ഇരുട്ട് വീഴും. അധികം കയറ്റമില്ലാത്ത കാട്ടിലൂടെയാ ഞാൻ സാറിനെ കൊണ്ടുപോകാൻ പോകുന്നത്. പക്ഷെ കുറച്ച് അപകടം പിടിച്ച റൂട്ടാ. മാർക്കോ, നിങ്ങൾ 3 ആളും കൂടെ ഉണ്ടല്ലോ, പിന്നെ ഞാൻ ആരെ പേടിക്കാനാ? അതിലുപരി അയ്യപ്പസ്വാമി നമ്മുടെ കൂടെ ഉണ്ടെന്നാ എന്റെ വിശ്വാസം. അതൊരു ചെറിയ കാര്യമല്ല. മഹാലക്ഷ്മിയുടെ പ്രാർത്ഥനയും അങ്ങനെ പലരുടെയും പ്രാർത്ഥന നമുക്കൊപ്പം ഉണ്ട് സാറേ. അതാണ് എൻ്റെയും ധൈര്യം. നമ്മൾ ഒരു പ്രതിസന്ധികളും ഇല്ലാതെ മല കയറും, സന്നിധാനത്തിലെത്തും. പിന്നെ 10-20 വർഷങ്ങൾക്ക് ശേഷം സാറ് സ്വാമിയെ കാണുകയും ചെയ്യും. ഇത് കുറച്ച് സാഹസമായി പോയില്ലേ? ഇത്രയും ദൂരം സാറിന് നടത്തിക്കണമായിരുന്നു. കുഴപ്പമില്ല, അത്രയും ദൂരമുണ്ട് ഞാനും അയ്യപ്പസ്വാമിയും തമ്മിൽ. അപ്പോ എരുമേലി എന്തെങ്കിലും നടന്നു കയറിയേ പറ്റൂ. ഇത്തവണ കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാതെ പോവുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം നമ്മൾ കാൽനടയായിട്ടായിരിക്കും വീട്ടിൽ നിന്ന് പമ്പയിലേക്ക് എത്താൻ പോകുന്നത്. സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ. കുറച്ച് കഴിയുമ്പോൾ പോലീസുകാർ തടയും, പിന്നെ നടക്കാൻ പറ്റില്ല. ആ സമയത്ത് പോവാൻ നമുക്ക് മറ്റൊരു റൂട്ടുണ്ട്. സ്വാമി, അത് കാടാണ്. എന്താ, ഈ കാട്ടിലൂടെ നീ എനിക്കിപ്പം വന്നിട്ടില്ലേ ഇതിനു മുമ്പ്? വന്നിട്ടൊക്കെ ഉണ്ട്. പിന്നെ സാറുള്ളതാണ് ഒരു പേടി. എനിക്കൊരു പേടിയുമില്ല. ഇപ്പൊ എനിക്ക് സംഭവിച്ചതൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ ഞാനിപ്പോ നിങ്ങൾക്കൊപ്പം നടക്കല്ലേ, അതും പരസഹായം ഇല്ലാതെ. അതൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ച കാര്യങ്ങളെ അല്ല. സാറേ, ഇവിടെ അട്ടയുണ്ട്. അത് കടിച്ചു കഴിഞ്ഞാലേ നമ്മൾ അറിയത്തില്ല. പക്ഷെ ബ്ലഡ് മുഴുവൻ അവന്റെ ഉള്ളിലായി പോകും. അറിയാം. പക്ഷേ ഈ സീസൺ സമയത്ത് അതങ്ങനെ ഉപദ്രവിക്കില്ലെന്നാ പറയുന്നത്. ഇല്ല, എങ്കിലും നമ്മളെ റൂട്ട് മാറുന്ന സമയത്ത് ഒന്ന് സൂക്ഷിക്കണം. പിന്നെ ആ അട്ട ബ്ലഡ് കുടിക്കുന്നതും നല്ലതാണെന്നും ഒരു പറച്ചിലുണ്ട്. അശുദ്ധ രക്തമാണത് കുടിക്കാറെന്നാ പറയാറ്. എന്നാ പിന്നെ കുറച്ച് കുടിച്ചോട്ടെ. അല്ല, സാറിനെ പിടിക്കണ്ടല്ലോ. അങ്ങനെ പറയുന്നതാണ് എനിക്ക് പ്രയാസം. എന്നെ എന്തിനാ പിടിക്കുന്നേ? വലതുകാലിന് ചെറിയ മുടന്നുണ്ട്, എങ്കിലും ഇപ്പൊ എനിക്ക് എണീറ്റ് നടക്കാമല്ലോ സാഗറേ. അതിൽ പരം ഒരു ഭാഗ്യവും പുണ്യവും എനിക്കിനി കിട്ടാനില്ല. ശരണം വിളിച്ച് നടന്നാലേ നടത്തം അറിയത്തില്ല. സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ 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 സ്വാമിയേ അയ്യപ്പോ
സ്വാമിയേ